ഹലോ മച്ചാമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ബേപ്പൂരിൽ പുതുതായിട്ട് ട്രെഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ട്രെഡ്ജിങ് ഷിപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് ഇപ്പോൾ കാണുന്നത് കടലിലാണ് ഉള്ളത്. കടലിൽ നിന്നോ ഇത് ബേപ്പൂര് പുളിമുട്ടിലൂടെ കടന്ന് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ കടക്കും, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടക്കും. കടലിലാണ് ഇപ്പോൾ ഉള്ളത് ഷിപ്പ്. കടലിൽ നിന്ന് ഓടി വരികയാണ്, ബേപ്പൂർ അയിലൂടെ കടന്ന് വരികയാണ്. ഇപ്പോൾ ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഓപ്പൺ ചെയ്താണ് ഇതിൻ്റെ അകത്തുള്ള കയറിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ബേപ്പൂര് പോർട്ടിൽ എത്താനായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള രണ്ടാമത്തെ സ്ട്രാങ്കാണ് നിൽക്കുന്നത്. ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കപ്പിത്താൻ. സ്ട്രാങ്ക് എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ ഓടി ബേപ്പൂർ പോർട്ടിനടുത്ത് എത്താനായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ആശാനാണ് ഈ നിൽക്കുന്നത്. ഇത് കപ്പിത്താൻ്റെ തൊട്ട താഴെയുള്ള ഡ്രൈവർ എന്നൊക്കെ പറയും. ആനന്ദേട്ടൻ. പേരെന്താണ്? ആനന്ദേട്ടൻ. മൂപ്പര് വടകരയുള്ള ആളാണ്. ഇതിനകത്തുള്ള മറ്റൊരു സ്റ്റാഫാണ് പ്രകാശൻ. എന്താണ് പേര്? പ്രകാശൻ തന്നെയല്ലേ? പ്രകാശൻ. ഇതാണ് മേലെ നിൽക്കുന്നതാണ് ഇതിൻ്റെ സൂപ്പർവൈസർ.
ഇതുപോലെ മറ്റൊരു ഷിപ്പുണ്ട് ഇവിടെ. അതാ കാണുന്നു. ആ ഇതിനിടയിൽ കൂടെ കാണുന്ന ആ ഷിപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി കെട്ടാൻ പോവുകയാണ് ഈ ഷിപ്പ്. പോർട്ടിൽ ഇന്ന് പോവാൻ അലൗഡ് അല്ല. വീണ്ടും മറ്റൊരു ദിവസം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കാണാം ഇതിൻ്റെ വർക്കെല്ലാം. ഇപ്പോൾ ഷിപ്പ് കൊണ്ടുപോയി ആ ഷിപ്പിനടുത്ത് ഇതാ കാണുന്ന ഈ ഷിപ്പിനടുത്ത് കൊണ്ടുപോയി കെട്ടി അവിടെ നിർത്താൻ പോവുകയാണ്. ഓടി വരുന്നുണ്ട്. അതിനടുത്ത് എത്താറായി. അതിനടുത്ത് എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് റോപ്പിട്ട് അതിൻ്റെ സൈഡിൽ കെട്ടി വെക്കുന്നതാണ്. കെട്ടി വെച്ച് കഴിഞ്ഞ് കുറച്ച് റിപ്പയർ ഉണ്ട്. ആ റിപ്പയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ കാണാം. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് വല്ല കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായി താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റായി താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതിൻ്റെ ക്യാപ്റ്റനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനോട് നമുക്ക് ചോദിക്കാം അതെങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് ചെയ്യുന്നതെന്ന്. ഇതെന്താണ് സംഭവം? ഗിയർ. ഇതാണ് ഇതിൻ്റെ ഗിയർ. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഫോർവേഡ്. ആക്സിലേറ്റർ അതന്നെ. ഓക്കെ. പിന്നീട് ന്യൂട്രലാക്കി. പിന്നെ അത് റിവേഴ്സ് ആക്സിലേറ്റർ അതിൻ്റെ ഇതന്നെ. ഓക്കെ. പിന്നെ ഇത് തൊട്ടടുത്തുള്ള ലിവർ എന്താണിത്? അത് എമർജൻസി ആയിട്ട് ഇഞ്ചൻ ഓഫ് ആക്കണ്ട. പിന്നെ ഇത് ഇത് കോമ്പസ് അല്ലേ? വടക്ക് നോക്കിയ യന്ത്രം. പിന്നെ GPS. വയർലെസ്. ഓക്കെ. ഇത് അത്ര ഉള്ളൂ ഇതിൽ കാര്യങ്ങൾ. നമുക്ക് ഇത് കിടക്കാനുള്ളതാ? ബർത്ത്. ഇത് 2 ഉണ്ടല്ലോ. ഒന്ന് അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ഉണ്ടാവും. രണ്ടാൾക്കുള്ള. ഇത് അപകടം പറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇതെങ്ങനെയാ സംഭവം? എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്തായാലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആളുണ്ടെങ്കിൽ ഇത് ലൈറ്റ് ഉണ്ടാവും. ഇത് ലൈറ്റ്. ഇത് തല തിരിച്ചു പിടിച്ചാൽ ഓണാവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ആൾ ഇതിൻ്റെ മുകളിൽ പിടിച്ചാൽ ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ റോപ്പ് ഉണ്ടാവുക. ഇതിൻ്റെ മേലെ. അപ്പോൾ അതിങ്ങനെ റോപ്പുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ പോയി കഴിഞ്ഞാൽ ആളുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എൻജിൻ റൂമാണ്. എൻജിൻ റൂമാണ്. ഇതിൻ്റെ മുന്നിൽ താഴേക്ക് സ്റ്റെപ്പിറങ്ങി നമ്മൾ ചെല്ലുകയാണ് എൻജിൻ റൂമിലേക്ക്. മുകളിലായിട്ടെത്തി കാണുന്നതാണ് സ്റ്റെപ്പിയാണ്. ഇറങ്ങി വന്നിട്ടുള്ള സ്റ്റെപ്പാണ്. ഇത് ഇതിൻ്റെ എൻജിനാണ്. ഒരു എൻജിൻ. ഇത് ജനറേറ്ററാണ്.
മറ്റുള്ള ഉപകരണങ്ങളെല്ലാം അവിടെ വയ്ക്കാനുള്ള പോയി നിൽക്കുന്ന ടൈമിൽ ഇത് മറ്റൊരു എഞ്ചിനാണ്. ഇതിനകത്ത് 2 എഞ്ചിനാണുള്ളത്. ഡീസൽ ടാങ്കിനകത്ത് ഉണ്ടായ സ്റ്റോർ ചെയ്ത് ഓടുന്നതിനകത്താണ് എക്സ്ട്രാ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിൽ കയറി പോകാം. ഇതിൻ്റെ സ്റ്റാഫിനുള്ള റൂമാണ്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് കിടക്കാനുള്ള റൂമാണ്. ബെർത്തും കാര്യങ്ങളുമായിട്ട് ഒരു ബെർത്ത സ്റ്റാഫ് ഒരാൾ കിടക്കുന്നുണ്ട് അതിനകത്ത്. ബാക്കിയുള്ളവരൊക്കെ വെളിയിലാണുള്ളത്. ഇതിൻ്റെ സൂപ്പർവൈസറാണ് മൻസൂർ. ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇയാളാണ്. ഇത് നമ്മുടെ മറ്റ് ഷിപ്പിൻ്റെ കൂടെ ചേർത്ത് കെട്ടിയതിന് ശേഷം ഉള്ള വീഡിയോ ആണ്. ഇത് രണ്ടാമത്തെ ഷിപ്പിനടുത്ത് അടുപ്പിച്ച് വെച്ച് കെട്ടിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണുന്ന ദൃശ്യം. അതിന് മുകളിൽ നിന്നാണ് എടുക്കുന്നത്, ഷിപ്പിൻ്റെ മുകളിൽ നിന്നും. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ചെറിയൊരു ഷിപ്പുണ്ട്. ഇത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ. ഇതിൻ്റെ വലിയ മോഡലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് ചെയ്തതായിരുന്നു ഇതിനകത്തു നിന്നുള്ള വീഡിയോ. ചെറിയ ഷിപ്പാണ് ട്രഡ്ജിങ്ങിൻ്റെ. ഇത് ഫിഷിംഗ് ബോട്ടാണ്. ഇതാണ് ഇതിൻ്റെ റിപ്പയറിംഗ് ഉണ്ട് കുറച്ച്, അതിൻ്റെ പണിയിലാണ്. ഹലോ ഗൈസ്, നമ്മൾ ഫുള്ള് വെള്ളത്തിലാട്ടോ. എല്ലാരും കപ്പലില് വെള്ളത്തിലാണുള്ളത്. ഓക്കെ, നമ്മളെ കൂടെ വേറെ ആളുണ്ട്. മൂപ്പര് ഫുള്ള് വെള്ളത്തിലാണ്. ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും, നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോക്ക് വല്ല പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണമെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ പോരായ്മകൾ നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ആ പോരായ്മകൾ അതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ അത് കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കണം എൻ്റെ വീഡിയോൻ്റെ പോരായ്മകൾ. അപ്പോൾ എനിക്കത് തിരുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് എന്നെ അറിയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോ ഏകദേശം നിർത്താറായി. നമുക്ക് ഇതൊന്ന് കാണാം. അപ്പം മറ്റൊരു വീഡിയോയുമായി നമ്മൾ അടുത്ത് തന്നെ വരും മിക്കവാറും. ആ വീഡിയോയിൽ നിങ്ങളുടെ പോരായ്മകൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് തിരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ വീഡിയോൻ്റെ തന്നെ ഈ ഇതിൽ ലോഡ് ചെയ്യുന്നതും അൺലോഡിങ്ങും എല്ലാം നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ പോരായ്മകൾ നിങ്ങൾ അറിയിക്കണം. അറിയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് നന്നാക്കി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ ചാനൽ കണ്ടതിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, ബൈ.
രാത്രി കളിയാണ് ആ 6:30 7